ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ബിരിയാണി ഉണ്ടാക്കലാണ്. കുക്കർ ബിരിയാണി കേട്ടോ. അതും ബിരിയാണി അരി കൊണ്ടൊന്നല്ല, ഞാൻ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പച്ചരി കൊണ്ട് നമുക്കൊന്ന് കുക്കറിൽ മുട്ട ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായി ഞാൻ ആദ്യം കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ ഡാൽഡയൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഡാൽഡയും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ 7 മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് എടുത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് ഇട്ടതിന് ശേഷം നമ്മുടെ ബിരിയാണി മസാല ഇല്ലേ, ഗ്രാമ്പൂ, പെരുംജീരകം, അങ്ങനെ നമുക്കൊരു പാക്കറ്റായി കിട്ടുമല്ലോ, ആ ഒരു കുഞ്ഞ് പാക്കറ്റ് ഇട്ട് ഒരു 10 രൂപയുടെ പാക്കറ്റുള്ളൂ. അത് ഞാൻ 10, 20 അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാനിട്ട് നല്ലോണം ചൂടായതിന് ശേഷം സവാള ഇട്ട് നല്ലോണം വഴറ്റിയാണ്. സവാളയ്ക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, നുള്ളു കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. എന്താണ്, നമ്മുടെ തക്കാളിയും കൂടി ഞാൻ നല്ലോണം ചേർത്തിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അരി ഞാനൊരു കപ്പ് അളവിലാണ് എടുത്തത്. ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് അരിക്ക് 3 ഗ്ലാസ് ഈ കപ്പാണ് കേട്ടോ. അതിൽ ആ 3 കപ്പ് വെള്ളമാണ്, അതൊരു ഇരട്ടിയാണ്. ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള തരത്തിൽ. അപ്പോൾ എല്ലാം നല്ലോണം വഴണ്ട് വന്നപ്പോൾ ഞാൻ അരിക്ക് പാകത്തിനുള്ള വെള്ളം എടുത്തിട്ട് കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെല്ലാം നല്ലോണം മിക്സായി വന്നല്ലോ. ശേഷം നമ്മൾ വേവിച്ച് വെച്ച മുട്ട ഉണ്ടായിരുന്നു, മുട്ടയും കൂടി ഇട്ടു. പിന്നെ അരി കഴുകി വാർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ആ അരിയും കൂടി ഞാൻ ഇതിന് കൂടെ ഇടുകയാണ്. കുക്കറിലാകുമ്പോൾ പിന്നെ നമ്മൾ കുറേ ഇളക്കാനും പിടിക്കാനും നിൽക്കണ്ടല്ലോ. ഇനി നമുക്കത് കുക്കറിന് മൂടി വെച്ച് അടച്ച് ഒരു വിസിലിട്ടോ, ഒരു വിസിൽ കഴിഞ്ഞ് വിസിൽ പോയി കഴിഞ്ഞ് മാത്രം തുറക്കുക. അപ്പോഴത്തേക്ക് ചോറ് ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടാണ്. പിന്നെ കറക്റ്റ് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, കാരണം പച്ചരി വെച്ചുണ്ടാക്കുന്ന ചോറിന് ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ നല്ല ബിരിയാണി. പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൂവാം കേട്ടോ. അടിപൊളിയാണ്. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്നേഹം എന്നെ അറിയിക്കുക. ഓക്കെ, ബൈ.